ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അതിപ്രശസ്തമായ ചടങ്ങായ വാളെഴുന്നള്ളത്തും കാഴ്ചകളുമാണ്. മുതിരേരിക്കാവിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന കൊട്ടിയൂർ പെരുമാളുടെ തിരുവായുധവും കാഴ്ചകളും കാണാൻ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. ഐതിഹ്യ പെരുമകൾ ഏറെയുള്ള മുതിരേരിക്കാവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 2026 കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ 28 ദിവസം നീളുന്ന ചടങ്ങിൻ്റെ ആദ്യ ഭാഗമായ വാളെഴുന്നള്ളത്ത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. പ്രകൃതിയും ദൈവീകതയും ഒന്നാകുന്ന പുണ്യഭൂമി. കണ്ണൂർ ജില്ലയിലെ മണത്തണക്കടുത്ത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ഏറെ അടുത്ത് കിടക്കുന്ന ഒരു പുണ്യഭൂമിയാണിത്. പ്രകൃതിയെയും ഈശ്വരനെയും ഒരുപോലെ ആരാധിക്കുന്ന കാവു സംസ്കാരത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. മുതിരേരിക്കാവിന് കൊട്ടിയൂർ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ദക്ഷയാഗ ഭൂമിയിൽ സതീദേവി ആത്മാഹുതി ചെയ്തതിന് പിന്നാലെ പ്രകോപിതനായ ഭഗവാൻ തൻ്റെ ജട പറിച്ചെറിഞ്ഞ് വീരഭദ്രനെ സൃഷ്ടിച്ചുവെന്നാണ് ഐതിഹ്യം. വീരഭദ്രൻ യാഗശാലയിൽ വെച്ച് ദക്ഷന്റെ തലയറുത്ത് വലിച്ചെറിഞ്ഞ വാള് ചെന്ന് വീണ സ്ഥലമാണ് മുതിരേരിക്കാവ്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് മുതിരേരിക്കാവിൽ നിന്നുള്ള പ്രത്യേക പൂജകളോടെയാണ്. കൊട്ടിയൂർ ഉത്സവം തുടങ്ങുന്നതിന് മുൻപ് മുതിരേരിക്കാവിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പ്രത്യേക ആചാരങ്ങളും പൂജകളും നടക്കുന്നു. മുതിരേരി വാളെഴുന്നള്ളിപ്പ് ദിവസം ഈ ക്ഷേത്രത്തിൽ വളരെ ദൂരെ നിന്നുപോലും ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. വളരെ വിസ്തൃതമായ കാവുകളും തണൽ വിരിച്ചു നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ ഒരു പ്രകൃതി സുന്ദരമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയോട് ഇണങ്ങി നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഈ കാവ് വല്ലാത്തൊരു മാനസികാവസ്ഥ സമ്മാനിക്കുന്നു. പച്ചപ്പ് നിറഞ്ഞ ഈ അന്തരീക്ഷം ക്യാമറ കണ്ണുകൾക്കും പ്രകൃതി സ്നേഹികൾക്കും ദൃശ്യാവിഷ്കാരങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് തവിഞ്ഞാൽ പഞ്ചായത്തിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് വാളറ. വാള് സൂക്ഷിക്കുന്നത് ഇവിടെയാണ്. മൂഴിയോട്ടില്ലം സുരേഷ് തിരുമേനിക്കാണ് വാള് കൊണ്ടുപോകാനുള്ള നിയോഗം. കാവും പരിസരവും ഇപ്പോൾ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് കടന്നുപോകുന്നത്. അത്രയേറെ ഭക്തജനങ്ങൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് വഴിപാടായി കിട്ടുന്ന ചക്കയും പഴങ്ങളും നിരത്തിവച്ച കാഴ്ചകളും നമുക്കിവിടെ കാണാം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങുന്നതിന് മുൻപായി തന്നെ ഇവിടെ ഉത്സവം തുടങ്ങുന്നു. അതിമനോഹരമായ പല ചടങ്ങുകൾക്കും നമുക്കിവിടെ സാക്ഷ്യം വഹിക്കുവാൻ കഴിയും. അതിൽ പ്രധാനം ഈ ക്ഷേത്രത്തിലെ സദ്യയാണ്. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സദ്യയിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി തന്നെ അന്നപൂർണേശ്വരി എന്ന ഒരു ഓഡിറ്റോറിയം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ സദ്യയും ചടങ്ങുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ആ സദ്യയും കഴിച്ച് ഞാൻ കാവിലെ വാൾ എഴുന്നള്ളിപ്പിന് വേണ്ട ചടങ്ങുകൾ നടത്തുന്ന കാഴ്ചകളും കണ്ട് ഞാനത് പകർത്തുകയാണ്. ഇവിടെ ക്ഷേത്രനടയുടെ മുന്നിലായി നല്ലൊരു കൽവിളക്കുണ്ട്. കൽവിളക്കുകളിൽ എണ്ണയൊഴിച്ച് തിരി തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവിടുത്തെ സംഘാടകർ. സദ്യയ്ക്ക് ശേഷം ക്ഷേത്രമുറ്റം ശുദ്ധിക്രിയ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അതോടുകൂടിയാണ് വാൾ എഴുന്നള്ളിപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. കാവിൽ നിന്നും വാൾ എഴുന്നള്ളിക്കുന്നതിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഈ ഓഡിറ്റോറിയത്തിനും പരിസരത്തും മുഴുവൻ ഭക്തജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഈ നാടിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ അവര് പ്രധാന ചടങ്ങുകളൊന്നും അവരുടെ വീടുകളിൽ നടത്താറില്ല. കാരണം ഉത്സവം ഈ നാട്ടുകാരുടെ സന്തോഷവും അതിലേറെ സങ്കടവുമാണ്. കാരണം അവരുടെ ഭഗവാനെ ഏതാണ്ട് 1 മാസക്കാലത്തേക്ക് കൊട്ടിയൂരിലേക്ക് പറഞ്ഞുവിടുകയാണ്. മുതിരേരി വാൾ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിത്യപൂജകളോ ക്ഷേത്രം തുറക്കുകയോ ഒന്നും ചെയ്യില്ല. കൊട്ടിയൂരിൽ നിന്നും വാൾ തിരിച്ച് ഇവിടെ എഴുന്നള്ളി വരുന്നത് വരെ ക്ഷേത്രത്തിന്റെ വഴികളെല്ലാം കാട്ടുമുള്ളുകൾ വെച്ച് അടച്ചിരിക്കും.
അതും ഇവിടത്തെ ഒരു ചടങ്ങാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കഴിഞ്ഞ് വാൾ തിരിച്ച് ഇവിടെ എത്തുന്ന അന്ന് ഒരു ദിവസം വാൾ പഷ്ണിക്കിടുക എന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് ഇവിടെ. അതിനുശേഷം മാത്രമേ പൂജകളൊക്കെ തുടങ്ങുകയുള്ളൂ. വാൾ എഴുന്നള്ളിപ്പിനുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി തിരുമേനി കൽവിളക്കിൽ വിളക്ക് വെച്ച് വലിയ കൽവിളക്കിലേക്ക് അഗ്നി പകരുന്ന കാഴ്ചകളാണ് കാണുന്നത്. ആ പകർന്നു നൽകിയ അഗ്നിയുമെടുത്ത് സംഘാടകർ വലിയ കൽവിളക്ക് കത്തിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ കാണുന്നത് തിരുമേനി മറ്റുള്ള തിരുമേനിമാർക്ക് ദക്ഷിണ നൽകുന്ന കാഴ്ചകളാണ്. ദക്ഷിണ നൽകി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ചടങ്ങിലേക്ക് കടക്കും. ഈ സമയത്ത് ശ്രീകോവിലിന് അകത്തുള്ള വിളക്കുകളും മറ്റ് പുറത്തേക്ക് എടുത്തു മാറ്റുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാം. ഓരോ ഭക്തജനങ്ങളും ശ്രീകോവിലിലെ കാഴ്ചകളും ഒരുക്കങ്ങളും ഒക്കെ കണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാവും പരിസരവും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം വാള് പോകുന്ന ചടങ്ങ് അവർക്ക് ഒരു വികാരമാണ്. കൽവിളക്കിലെ തിരികളെല്ലാം തെളിച്ച് മനോഹരമായ മറ്റൊരു കാഴ്ചയും നമുക്കിവിടെ കാണാം. ഇനി നടക്കുന്നത് തിരുമേനിക്ക് സംഘാടകർ കുളിക്കാൻ പോകുന്നതിന് മുൻപായി പുതിയ മുണ്ടും ദക്ഷിണയും നൽകുന്ന കാഴ്ചയാണ്. പലകയിൽ വെച്ചു കൊടുക്കുന്ന മുണ്ടും ദക്ഷിണയും സ്വീകരിക്കുന്ന തിരുമേനി കുളിക്കാൻ പോകുന്നതിന് മുന്നോടിയായി ധ്യാനത്തിലിരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. മുണ്ടും ദക്ഷിണയും സ്വീകരിക്കുന്ന തിരുമേനി അത് പലകയിൽ നിന്ന് എടുത്തു മാറ്റി നാണയവും എടുത്ത് പുറത്തേക്കിറങ്ങും. പുറത്തേക്കിറങ്ങി ഉപദേവതകൾക്കും ഭണ്ണാരവും പെരുക്കിയതിനു ശേഷം തിരിച്ചു വരും. എന്നിട്ടാണ് അതിമനോഹരമായ ധ്യാനത്തിലിരിക്കൽ ചടങ്ങുകൾ തുടങ്ങുന്നത്. ഈ ചടങ്ങുകൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഭക്തജനങ്ങൾ വീരഭദ്ര സ്തുതിയോടുകൂടിയാണ് ഇനിയുള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. തിരുമേനി ഉപദേവതമാരോട് അനുവാദം ചോദിക്കുന്നതിനും ഭണ്ണാരം പെരുക്കുന്നതിനും പോകുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ സമയങ്ങളിലെല്ലാം വീരഭദ്ര സ്തുതിയോടുകൂടി ഭക്തജനങ്ങൾ ഈ കാഴ്ചകൾ നോക്കിക്കാണുന്നു. ദൈവീകമായ ഒരു ചടങ്ങ് നടക്കുന്ന ഇവിടെ പ്രകൃതി പോലും അതിനോട് അനുയോജ്യമാണ്. ഈ കാണുന്നത് അകത്തെ ശിവലിംഗത്തിൽ മൂടാനുള്ള തുളസിക്കതർ സൂക്ഷിച്ചതാണ്. ശ്രീകോവിലിനകത്ത് ശുദ്ധിക്രിയകൾക്ക് ശേഷം ഗോളകയും എല്ലാം മാറ്റി തുളസിക്കതിർ കൊണ്ടാണ് അവിടെ മൂടി വെക്കുന്നത്. ഉപദേവതമാരോട് പ്രാർത്ഥിച്ച് അനുവാദം ചോദിക്കുന്ന തിരുമേനിയെ നമുക്കിവിടെ കാണാം. ഈ ചടങ്ങുകൾക്ക് ശേഷം തിരുമേനി നേരെ ശ്രീകോവിലിന് അകത്തേക്കാണ് വരുന്നത്. ഉപദേവതമാരുടെ അടുത്തു നിന്നും തിരുമേനി ചടങ്ങുകൾക്ക് ശേഷം നേരെ ശ്രീകോവിലിന് മുന്നിലേക്കെത്തുന്നു. ശ്രീകോവിലിന് മുന്നിലേക്കെത്തുന്ന തിരുമേനി സാഷ്ടാംഗം നമസ്കരിച്ച് അതിനുശേഷം പുതിയ മുണ്ടും ചെമ്പുകുടവും ഒരുക്കി വെക്കുന്നു. ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുന്ന ഭക്തജനങ്ങൾ വീരഭദ്രസ്തുതികളാൽ മുതിരേരിക്കാവും പരിസരവും ഭക്തിസാന്ദ്രമാക്കുന്നു. ഉപദേവതമാരോട് അനുവാദവും ചോദിച്ച് ദക്ഷിണയും നൽകി ശ്രീകോവിലേക്ക് നടന്നു വരുന്ന തിരുമേനി സാഷ്ടാംഗം നമസ്കരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമസ്കരിച്ച് എഴുന്നേറ്റ തിരുമേനി മണിയടിച്ച ശേഷം പുതിയ മുണ്ടും ചെമ്പുകുടവും കുളിക്കുവാൻ പോകാൻ ഒരുക്കി വെക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇതിന് ശേഷമാണ് ധ്യാനത്തിലിരിക്കാൻ പോവുക. അതൊരു ദൈവീകമായ കാഴ്ചയാണ്. ഭക്തജനങ്ങളുടെ മനസ്സിന് കുളിര് നൽകുന്ന കാഴ്ച. ഈ സമയമത്രയും ഭക്തജനങ്ങൾ വീരഭദ്രസ്തുതിയോടുകൂടി ഈ ചടങ്ങിനെ വരവേൽക്കുന്നു. കഠിനമായ വ്രതത്തിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും കടന്നു വന്ന തിരുമേനി ധ്യാനത്തിൽ മുഴുകാനിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിനി കാണുന്നത്. ഒന്നെടുത്ത് മാറണം. ബേഗിലൊക്കെ കാണുന്നില്ല, ഒന്നും മാറി. ഫുള്ള് ബാക്ക് പോകണം. ഓം ശ്രീ വീരഭദ്രായ നമഃ ശിവായ. ഓം ശ്രീ വീരഭദ്രായ നമഃ ശിവ. ഓം ശ്രീ വീരഭദ്രായ നമഃ ശിവായ. ഓം ശ്രീ വീരഭദ്രായ നമഃ ശിവായ.
ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന തിരുമേനി പെട്ടെന്ന് ഒരു ഉൾവിളിയാൽ ചാടി എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ ശേഷം തിരുമേനി ശ്രീകോവിലിന് മുന്നിൽ 3 പ്രാവശ്യം സാഷ്ടാംഗ നമസ്കാരം നടത്തുന്നു. നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ തിരുമേനി ചെമ്പുകുടവും പുതിയ മുണ്ടുകളും എടുത്ത് ഭണ്ണാരം പെരുക്കി നേരെ കുളിക്കുവാൻ പോകുന്നു. മുതിരേരിക്കാവിലെ അതിശ്രേഷ്ഠമായ ചടങ്ങുകൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇത്രയും മനോഹരമായ ഈ ചടങ്ങുകൾ ഭഗവാന്റെ ദേവസ്തുതികളോടുകൂടി കാണുവാൻ അവസരം ഉണ്ടാക്കിത്തന്ന ഭഗവാനോട് നമുക്ക് നന്ദി പറയാം. തിരുമേനി കുളിക്കുവാൻ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. കുളിച്ച് വരുമ്പോൾ തിരുമേനിയുടെ കയ്യിൽ ഒരു ചെമ്പുകുടത്തിൽ നിറയെ വെള്ളവും ഉണ്ടായിരിക്കും. കുളിച്ചു വന്ന തിരുമേനി ശ്രീകോവിലിനകത്ത് കയറി ശുദ്ധിക്രിയകളാണ് ചെയ്യുന്നത്. അകത്ത് ശിവലിംഗത്തിൽ വെച്ചിരിക്കുന്ന ഗോളകയും പൂജാസാധനങ്ങളും എല്ലാം നീക്കം ചെയ്യുന്നു. അകത്ത് ശുദ്ധിക്രിയകൾ ചെയ്യുന്ന തിരുമേനി ശിവലിംഗത്തിൽ മൂടിയിരിക്കുന്ന രുദ്രാക്ഷമാലകളും മാലകളും ഒക്കെ പുറത്തെടുത്തു കൊണ്ടുവന്ന് സംഘാടകർക്ക് നൽകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ നൽകുന്ന പൂജാ സാധനങ്ങളും പുഷ്പങ്ങളും പിന്നീട് ഇവിടെ വന്ന ഭക്തജനങ്ങൾക്ക് സംഘാടകർ നിവേദ്യമായി നൽകുന്നു. ഭക്തജനങ്ങൾ അത് നിധി പോലെ സൂക്ഷിച്ച് അവരുടെ പൂജാമുറികളിലും വിളക്ക് വെക്കുന്ന സ്ഥലത്തും കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നു. ശ്രീകോവിലിനകം വൃത്തിയാക്കിയ തിരുമേനി ചെമ്പുകുടത്തിൽ കൊണ്ടുവന്ന ജലം കൊണ്ട് ശിവലിംഗം കഴുകിയെടുക്കുന്നു. ശിവലിംഗം കഴുകിയെടുത്ത് ശുദ്ധക്രിയകൾ ചെയ്തതിന് ശേഷം നേരത്തെ സൂക്ഷിച്ച തുളസിക്കതിർ വാരിയെടുത്ത് ക്ഷേത്രത്തിന് വലം വെക്കുന്നു. തുളസിക്കതിരുമെടുത്ത് ക്ഷേത്രത്തിന് വലം വെച്ച തിരുമേനി നേരെ ശ്രീകോവിലിലേക്ക് വന്ന് ശിവലിംഗം തുളസിക്കതിർ കൊണ്ട് മൂടുന്നു. ശിവലിംഗം തുളസിക്കതിർ കൊണ്ട് മൂടിയ ശേഷം അതിൽ നിന്നും ഒരു പിടി തുളസിക്കതിർ വാരിയെടുത്ത് മുതിരേരിക്കാവിലെ പരദേവതയുടെ വാൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ശ്രീകോവിലിൽ നിന്നും പുറത്തിറങ്ങുന്ന തിരുമേനി കൊട്ടിയൂർ ലക്ഷ്യമാക്കി നഗ്നപാതനായി നടന്നു നീങ്ങുന്നു. പരാശക്തിയുടെ ആ വാൾ നെഞ്ചോട് ചേർത്ത് കൊട്ടിയൂരിലേക്ക് പോകുന്ന തിരുമേനി ഒരേ ഒരു ലക്ഷ്യമാണ്, കൊട്ടിയൂർ പെരുമാളിൻ്റെ സന്നിധി. അവിടെ വാളെത്തുന്നത് വരെ ഭൂലോകം തന്നെ ഇടിഞ്ഞു വീണാലും തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന തിരുമേനി കൊട്ടിയൂരിലേക്ക് വാൾ പോകുന്ന വഴികളിലൊക്കെയും നിലവിളക്ക് കൊളുത്തിവെച്ച് ഭക്തജനങ്ങൾ ആ വാളിനെ സ്വീകരിക്കുന്നു. ഏതാണ്ട് 3:30 മണിയോടുകൂടി മുതിരേരിക്കാവിൽ നിന്നും പുറപ്പെടുന്ന മുതിരേരി വാൾ വൈകുന്നേരം 7 മണി കഴിയുമ്പോൾ കൊട്ടിയൂർ സന്നിധിയിൽ എത്തുന്നു. നമ്മളിപ്പോൾ കാണുന്നത് കാട്ടുവഴികളിൽ കൂടി സഞ്ചരിച്ച് മുതിരേരി വാൾ വയനാട് അതിർത്തിയും കണ്ണൂർ ജില്ലയുടെ അതിർത്തിയുമായ ബോയ്സ് ടൗണിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചകളാണ്. കാട്ടുവഴിയിൽ കൂടി സഞ്ചരിക്കുന്ന തിരുമേനി വളരെ പതുക്കെയാണ് നടന്നു വരുന്നത്. കാരണം നഗ്നപാതനായി നടന്നു വരുന്ന തിരുമേനി വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടക്കുന്നത്. വയനാട് അതിർത്തി കഴിയുന്ന പാടെ പിന്നീട് അങ്ങോട്ട് പാൽച്ചുരം ചുരങ്ങളും ചെങ്കുത്തായ ഇറക്കങ്ങളുമാണ് തിരുമേനിക്ക് മുന്നോട്ട് നീങ്ങാനുള്ളത്. കാട്ടുവഴിയിൽ കൂടെ ആയതുകൊണ്ട് വന സംരക്ഷണ സമിതിയുടെ അംഗങ്ങളും തിരുമേനിയെ അനുഗമിക്കുന്നുണ്ട്. പരദേവതയുടെ വാൾ നെഞ്ചോട് ചേർത്ത് നടക്കുന്ന തിരുമേനി വിഷമമോ ക്ഷീണമോ ഒന്നും നമുക്ക് ആ മുഖത്ത് കാണാൻ കഴിയില്ല. അത്രയേറെ ശക്തിയുള്ള ആ പരദേവതയുടെ വാൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെ ഒരു നിയോഗമാണ്.
കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഒരു ഘോഷയാത്രയായി കൊണ്ടുവരുന്ന ഈ വാളിന്റെ വരവോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുന്നത്. പ്രത്യേകിച്ച് ഈ വാൾ കൊട്ടിയൂരിലെത്തിയിട്ടേ നെയ്യമൃത് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അത്രയും പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണിത്. ബോയ്സ് ടൗണിൽ നിന്നുള്ള മുതിരേരി വാളിന്റെ ഘോഷയാത്ര കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരു പ്രധാന ഘട്ടമാണ്. ഈ യാത്ര വയനാടൻ ചുരങ്ങൾ താണ്ടി കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പ്രദേശത്ത് എത്തുന്നു. ഈ ഘോഷയാത്രയുടെ ഓരോ ഘട്ടത്തിലും ഭക്തർ വളരെ ആദരവോടെയാണ് വാളിനെ എതിരേൽക്കുന്നത്. ഇത് ഭക്തിസാന്ദ്രമായ ഒരു അനുഭൂതിയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധയോടുകൂടിയാണ് തിരുമേനി ഈ വാളും കൊണ്ട് കൊട്ടിയൂർ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. വീഡിയോ കാണുന്ന നിങ്ങൾ അറിയാതെയെങ്കിലും മനസ്സിൽ ഒരിക്കലെങ്കിലും വിളിച്ചു കാണും ഓം നമഃ ശിവായ എന്ന്. അത്രയും വൈകാരികമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളോളം നഗ്നപാതനായി നടക്കുന്ന തിരുമേനിക്ക് കൊട്ടിയൂരിൽ എത്തുമ്പോഴേക്കും വിഷമമോ അല്ല എങ്കിൽ അതിൻ്റെ കഷ്ടപ്പാടോ ഒന്നും നമുക്ക് ആ മുഖത്ത് കാണാൻ കഴിയില്ല. അത്രയും വൈകാരികമായ അനുഭൂതി നൽകുന്ന വജ്രായുധമാണ് തിരുമേനി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കാട്ടുവഴിയിൽ കൂടി നടക്കുമ്പോൾ ഭഗവാനായിരിക്കും തിരുമേനിക്ക് കൂട്ടും വഴികാട്ടിയുമാകുന്നത്. തിരുമേനി ഇനി നേരെ ചെന്ന് കയറുന്നത് കണ്ണൂർ ജില്ലയുടെ അതിർത്തി ഗ്രാമത്തിലേക്കാണ്. ബോയ്സ് ടൗണിലേക്കാണ് തിരുമേനി എത്തിച്ചേരുന്നത്. ബോയ്സ് ടൗൺ മുതൽ പിന്നങ്ങോട്ട് മെയിൻ റോഡാണ്. മെയിൻ റോഡ് മുഴുവനായും ചെങ്കുത്തായ ഇറക്കമാണ്. ഈ ചെങ്കുത്തായ ഇറക്കത്തിൽ കൂടി തിരുമേനി മുന്നോട്ട് നടക്കുമ്പോൾ കേളകം പോലീസ് സേനാ അംഗങ്ങളും ഫോറസ്റ്റ് വിഭാഗവും തിരുമേനിയെ കാത്തു നിൽപ്പുണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ അകമ്പടിയോടുകൂടിയാണ് തിരുമേനി യാത്ര ചെയ്യുന്നത്. കേളകം സേനാ വിഭാഗത്തിന്റെ വാഹനം മുന്നിലും പുറകിലുമായി തിരുമേനിയെ അനുഗമിക്കുന്നു. കൂടാതെ സേനാ വിഭാഗം തിരുമേനിയുടെ കൂടെ തന്നെ ഇറങ്ങി നടക്കുന്ന കാഴ്ചകളും കാണാം. ഓരോ വർഷം പൂർത്തിയാക്കുമ്പോഴും ഈ യാത്രയുടെ മാഹാത്മ്യം കൂടിക്കൂടി വരികയാണ്. വയനാട് അതിർത്തിയിൽ നിന്നും കൊട്ടിയൂർ റോഡിലേക്ക് പ്രവേശിച്ച തിരുമേനി ചെങ്കുത്തായ ഇറക്കം ഇറങ്ങുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. തൊട്ടുപുറകെ സേനാ വിഭാഗങ്ങളും കാൽനടയായി തന്നെ തിരുമേനിയെ അനുഗമിക്കുന്നു. തിരുമേനിയുടെ നടപ്പിന് ചില സമയങ്ങളിൽ വേഗത കൂടും. തിരുമേനിക്കൊപ്പം എത്താൻ നമ്മൾ പെടാപ്പാട് വിടുകയാണ്. വളരെ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലത്തുകൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. വയനാടൻ ചുരത്തിന്റെ മനോഹരമായ കാഴ്ചകളും ദൃശ്യങ്ങളും ദൃശ്യഭംഗിയും ആസ്വദിച്ച് ഈ വഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ വയനാടൻ ചുരത്തിന്റെ ബോയ്സ് ടൗൺ ഭാഗം പാൽച്ചുരം, ഇത് കണ്ണൂർ ജില്ലയെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ്. ഈ വഴിയിൽ ഇടതൂർന്ന കാടുകളും കുത്തനെയുള്ള ഇറക്കങ്ങളും വളവുകളും ധാരാളമുണ്ട്. 5 ഹെയർപിൻ വളവുകളുള്ള ഈ റോഡ് ഡ്രൈവിങ്ങിന് കുറച്ച് വെല്ലുവിളി ഉയർത്തുന്നതാണ്. എങ്കിലും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച യാത്രയാണ് സമ്മാനിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3000 അടി ഉയരമുള്ള ഇവിടം കോടമഞ്ഞും തണുത്ത കാറ്റും അനുഭവപ്പെടാറുണ്ട്. ഒരു വശം നിറയെ കർണാടക കൊടക് മലനിരകളുടെ കാഴ്ചകളും മൊട്ടക്കുന്നുകളും. ആ പ്രകൃതി ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ്. ചുരം ഭാഗമായ ഇവിടങ്ങളിലൊന്നും ആൾതാമസമില്ല. ആൾതാമസമൊക്കെ വേണമെങ്കിൽ പാൽച്ചുരം ഭാഗത്തേക്ക് താഴെ ഭാഗത്തേക്ക് എത്തിയാൽ മാത്രമേ ആൾതാമസമുള്ളൂ. ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെങ്കുത്തായ ഇറക്കവും അഗാധമായ കൊക്കയുമുള്ള ഈ ഭാഗം പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട സ്ഥലമാണ്. മുകൾ വശത്ത് നിന്നാൽ തന്നെ അടിഭാഗത്തു കൂടി ഒഴുകുന്ന കാട്ടരുവിയുടെ ശബ്ദവും പക്ഷിമൃഗാദികളുടെ ആരവവും നമുക്കിവിടെ കേൾക്കാം. കൊട്ടിയൂരിന്റെ മണ്ണിലേക്ക് ഈ ദിവ്യായുധം പ്രവേശിക്കാൻ ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് ബാക്കി. തിരുമേനി കൊട്ടിയൂരിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന കാഴ്ചകൾ ആ പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിൽ ഇത്ര മനോഹരമായാണ് കാണുന്നത്. പ്രകൃതി പോലും ഈ വജ്രായുധവും കൊണ്ടുപോകുന്ന തിരുമേനിക്ക് അനുഗ്രഹം ചൊരിയുന്ന കാഴ്ചകൾ. കൊട്ടിയൂരിനെ ലക്ഷ്യമാക്കി നടക്കുന്ന തിരുമേനി ഒരിക്കൽ പോലും പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. ഇനി മുന്നോട്ടുള്ള നടപ്പുകൾ മുഴുവൻ ഹെയർപിൻ വളവുകൾ കൂടിയാണ്. ഹെയർപിൻ വളവുകൾ തുടങ്ങുകയാണ് ഇവിടെ നിന്ന് താഴേക്ക്. ദക്ഷിണ കാശിയായ കൊട്ടിയൂരിലെ യാഗഭൂമി അനുഷ്ഠാന വൈവിധ്യങ്ങളാലും പാരമ്പര്യ തനിമയാലും അതുല്യമാണ്. കാലം എത്ര വഴിമാറിയാലും ഇവിടെ ഇന്നും നിലനിൽക്കുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും തനിമയും തന്നെയാണ്. അതിന് ഉദാഹരണമാണ് കൊട്ടിയൂരിലെ ചില പ്രത്യേക സ്ഥാനപ്പേരുകൾ. സമുദായി, ബ്രാഹ്മണ ശ്രേഷ്ഠ, വാളാശാന്മാർ, ചപ്പാരം വാളുകൾ എഴുന്നള്ളിക്കുന്ന നായർ സമുദായ അംഗങ്ങൾ, ഓച്ചർ, മാര, തേടൻ, വിവരങ്ങൾ അറിയുന്ന വാര്യർ, ഒറ്റപ്പിലാൻ, കുറിച്യ സമുദായ പ്രതിനിധി, മച്ചൻ, ഭണ്ഡാരത്തിലെ നിവേദ്യ വസ്തുക്കളുടെ ചുമതലക്കാരൻ, വിളക്കൻ, ദീപങ്ങളുടെ സംരക്ഷകൻ, തറമ്മൽ വിളക്കൻ,
തൃക്കടാരിപ്പൂവൻ, പൂക്കളും തുമ്പമാലയും ഒരുക്കുന്നവർ, ഒറക്കൻ, വറ്റൻ, മണിത്തറ ശുചീകരണ ചുമതലയുള്ള നമ്പൂതിരിമാർ, കണക്കപ്പിള്ള, വാര്യർ സമുദായാംഗം, വിളമ്പൻ, സദ്യ വിളമ്പുന്നവർ, പട്ടാളി, മണാളൻ, താക്കോൽ സൂക്ഷിപ്പുകാർ, പന്തക്കിടങ്ങൾ, പന്തം പിടിക്കുന്ന നായർ സമുദായാംഗങ്ങൾ, ബാബൂരാളൻ, പാലമൃത് എഴുന്നള്ളിക്കുന്നവർ, ഇത്തരത്തിലുള്ള അനേകം സ്ഥാനപ്പേരുകളും അവകാശികളും ഇന്നും കൊട്ടിയൂരിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. കൂടാതെ മണിത്തറയ്ക്ക് സമീപമുള്ള ദേവസാന്നിധ്യങ്ങൾ, തെക്കുഭാഗത്ത് ശ്രീ ദക്ഷിണാമൂർത്തി സങ്കല്പം, ഭണ്ഡാരറയിൽ ചപ്പാരം ഭഗവതിയുടെ ഉടവാളുകൾക്കും മുതിരേരി വാളിനും ദിവസപൂജ, ഭണ്ഡാരറയ്ക്ക് പുറത്തായി ഗണപതി ഹോമം, ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി മണിത്തറക്ക് ചേർന്നാണ് ഉള്ളത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊട്ടേരിക്കാവ്, മാലോം ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ പൂജ നിർവഹിക്കുന്നത് കുറിച്യസ്ഥാനികനായ ഒറ്റപ്പിലാനാണ്. ആഘോഷകരമായ വാളെഴുന്നള്ളിപ്പ് അമ്പായത്തോട് ടൗൺ കഴിഞ്ഞ് കണ്ടപ്പനം ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ടപ്പനം ഭാഗത്ത് നിന്ന് ഇപ്പോൾ മന്നഞ്ചേരി ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. മന്നഞ്ചേരി ഭാഗത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും ഓംകാര മന്ത്രങ്ങൾ മുഴക്കി ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നത് ആ വാളിനെ ഒന്ന് കാണാനാണ്. ഭഗവാന്റെ ദിവ്യ ആയുധം മുതിരേരിക്കാവിൽ നിന്നും എഴുന്നള്ളിച്ച് കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ ഭക്തജന തിരക്കും കാണാം. മുതിരേരിക്കാവിലെ വാൾ ഇക്കര ക്ഷേത്രത്തിൽ എത്താൻ കാത്തു നിൽക്കുന്ന നെയ്യമൃത് വ്രതക്കാരെയും കാണാം. കിലോമീറ്ററുകൾ താണ്ടി മുതിരേരിക്കാവിലെ ആ വജ്രായുധം ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. തിരുമേനി ക്ഷേത്ര സന്നിധി ലക്ഷ്യമാക്കി മുന്നോട്ടു നീങ്ങുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഈ വാൾ ഇന്ന് ഇക്കര കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലാണ് വെക്കുക. അത് കഴിഞ്ഞ് നാളെ ചപ്പാരം ഭഗവതിയുടെ വാളും ഭണ്ണാരവും വന്നതിന് ശേഷം മാത്രമേ മുതിരേരി വാൾ ഉൾപ്പെടെ അക്കര സന്നിധാനത്തേക്ക് പുറപ്പെടുകയുള്ളൂ. കിലോമീറ്ററുകൾ താണ്ടി മണിക്കൂറുകൾ നഗ്നപാതനായി സഞ്ചരിച്ച് മുതിരേരിക്കാവിലെ വജ്രായുധം ഈ ക്ഷേത്ര സന്നിധിയിൽ തിരുമേനി എത്തിച്ചിരിക്കുകയാണ്. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും മുതിരേരിക്കാവിലെ വിശേഷങ്ങളും വാളിൻ്റെ കാഴ്ചയും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.